ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ ബെല്ലൈക്കണും അമർത്തൂ. നമസ്കാരം, ഞാൻ ഡോക്ടർ അരതി. ഞാൻ ഇന്ന് സ്ത്രീകളിൽ ഇപ്പൊ കൂടി വരുന്ന യൂട്രൈൻ പ്രൊലാപ്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പൊ യൂട്രൈൻ പ്രൊലാപ്സ് എന്ന് പറയുന്നത് യൂട്രസിനെ അതിന്റെ സ്ഥാനത്ത് നിർത്താൻ പറ്റാത്തൊരവസ്ഥയും അത് വജൈനയിലൂടെ അത് തള്ളി പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഈ യൂട്രസിനെ അതിന്റെ കറക്റ്റ് സ്ഥലത്ത് വെക്കാനായിട്ട് ഒത്തിരി ടെൻഡൻസും ലിഗമെന്റ്സും ഒത്തിരി പലതരം ടിഷ്യൂസും ഒക്കെ കാരണമാണ്. അപ്പം ഈ അനുബന്ധമായിട്ടുള്ള സെൽസിൽ വരുന്ന ബലക്കുറവ്, അപ്പൊ അതിന്റെ ഡാമേജുകൾ, അതൊക്കെയാണ് ഇത് വരാനുള്ള ഒരു കാരണം. അപ്പം അതൊരു റീസൺ ആയിട്ട് സാധാരണമായിട്ട് പറയുന്നത് പ്രഗ്നൻസി റിലേറ്റഡ് ആണ്. ചിലർക്ക് പ്രഗ്നന്റ് അല്ലെങ്കിൽ പോലും സംഭവിക്കുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ടുള്ള പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, ഡെലിവറി ടൈമിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, പിന്നെ ഫ്രീക്വന്റ് ആയിട്ടൊക്കെ ഇൻഫെക്ഷൻ വരിക, പിന്നെ പ്രസവ സമയത്ത് വരുന്ന ബുദ്ധിമുട്ടുകൾ, പിന്നെ അല്ലെങ്കിൽ ചില കാരണം പറയുന്നത് അമിതമായിട്ട് ഭയങ്കരമായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകളിൽ അവർക്ക് എന്തെങ്കിലും കാരണത്താൽ ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭയങ്കര വെയിറ്റ് ഉള്ള എക്സസൈസുകൾ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഭാരിച്ച ജോലികൾ അല്ലെ ഭയങ്കരമായിട്ട് ഭാരം ലിഫ്റ്റ് ചെയ്യേണ്ട സമയത്ത് വരുന്ന പ്രഷറുകൾ, ഇതൊക്കെയാണ് ഇത് ഉണ്ടാവാനൊരു കാരണമായിട്ട് പറയുന്നത്. ഇനി ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മെയിൻ ആയിട്ട് അറിയുന്നത് ഈ മൂത്രം ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരവസ്ഥ, മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അറിയാതെ പോകുന്ന ഒരവസ്ഥ, അതുപോലെ തന്നെ മലവും അതുപോലെ തന്നെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അത് കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കാം, ചിലപ്പോൾ അത് കൺട്രോൾ ചെയ്യാതെ അറിയാതെ തന്നെ പോവുക. അതേപോലെ തന്നെ ഗ്യാസ് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, ഗ്യാസ് പോവുക അറിയാതെ തന്നെ, ഭയങ്കരമായ നടുവേദന, ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ, ഏതെങ്കിലും തരത്തിൽ വജൈനലോ യൂറിനറി ഇൻഫെക്ഷൻ വരിക, അമിതമായിട്ടുള്ള ഡിസ്ചാർജുകൾ കാണും, വജൈനയെ കൂടെ എന്തെങ്കിലും തരം വൈറ്റ് ഡിസ്ചാർജ് പോലുള്ള മ്യൂക്കസ് സെക്രീഷൻസ് കൂടുതലായിട്ട് വരും. പിന്നെ ഇൻഫെക്ഷൻ ആണ് ഇവർക്കൊരു ഫ്രീക്വന്റ് ആയിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ കേസുകളിൽ മിക്ക അനുബന്ധ രോഗങ്ങൾ കാണാറുണ്ട്. യൂട്രസിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ കാണാറുണ്ട്, ഒന്നെങ്കിൽ സിസ്റ്റോ PCOD അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസോ എന്തെങ്കിലും കാണാറുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇതാണ് പൊതുവെ ഇതിന് പറയുന്ന ലക്ഷണങ്ങൾ. അതിന്റെ ഒരു ഔട്ട്ലൈൻ ആണ് ഞാൻ തന്നത്. ഇനി നമ്മൾക്ക് ഇതിലെ ഓരോരോ കാര്യങ്ങളായിട്ട് എടുത്തിട്ട്, അപ്പൊ ഒരു എല്ലാ പ്രഗ്നൻസിയിലും ഇത് സംഭവിക്കുന്നില്ല, പിന്നെ എല്ലാ ഡെലിവറിയിൽ കോംപ്ലിക്കേഷൻ വരുന്നവർക്കും ഇത് സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതേപോലെ ഈ ചെറിയ അസുഖങ്ങളുള്ളവരിൽ എല്ലാവർക്കും ഇത് സംഭവിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇത് ഓരോ കാരണങ്ങളായിട്ട് എടുത്തൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പൊ എന്താണ് ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്. അപ്പം ഇതിന്റെയും ഒരു റൂട്ട് കോസ് ഉണ്ടാവുമല്ലോ, അത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ഞാൻ എന്റെ എല്ലാ വീഡിയോസിലും പറയുന്നത് ആഹാരമാണ് ഏറ്റവും പ്രധാനം. ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. ഇപ്പൊ നമ്മളൊരു വീട് പണിതു, അപ്പൊ ആ വീടിന് എന്തെങ്കിലും തകരാറുണ്ടായാൽ അത് ആ ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു മെറ്റീരിയലിന്റെ ആയിരിക്കാം, അതിന്റെ സിമെന്റിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഉപയോഗിച്ച ഇഷ്ടികയുടെ ആയിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ ആ ഉണ്ടാക്കിയിരിക്കുന്ന ശരീരം അത് ഉപയോഗിച്ചിരിക്കുന്ന ബിൽഡിംഗ് ബ്ലോക്കിന്റെ പ്രശ്നമായിരിക്കും. അപ്പം നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഓരോന്നും സൃഷ്ടിക്കുന്നത് നമ്മുടെ ആഹാരത്തിലൂടെയാണ്. അപ്പം എന്ത് തന്നെ പ്രശ്നമാണേലും അത് ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക ആഹാരത്തിൽ നിന്നാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടൊക്കെ ആഹാരം കഴിച്ചു, ഇപ്പൊ പറയുന്ന പോലെ തന്നെ ഇന്ന ഇതുപോലുള്ള ആഹാരം കഴിക്കണമെന്ന് പറയുന്നു, അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്, എന്നാലും പല പല അസുഖങ്ങൾ വരാം. അപ്പം അത് വീണ്ടും നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ദഹന സംബന്ധമായ പ്രശ്നം കാണും. ദഹന പ്രശ്നം എന്ന് പറയുന്നത് മോഷൻ ക്ലിയർ ആയിട്ട് പോകുന്നതല്ല, വയറ്റില് എന്തെങ്കിലും ഒരു ഡൈജസ്റ്റീവ് ഇഷ്യൂ, അതായത് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത് അമിതമായിട്ട് വയറ്റിൽ നിന്ന് പോവുക, ഒന്നിൽ കൂടുതൽ തവണ പോവുക, അതായത് നോർമലായിട്ട് ഒരു ഫുഡ് ഹാബിറ്റ് വെച്ചിട്ട് ഒന്നിൽ കൂടുതൽ തവണ പോവുക, വയറ്റിൽ നിന്ന് അയഞ്ഞു പോവുക, അമിതമായിട്ട് ഗ്യാസ് ഉണ്ടാവുക, എന്തെങ്കിലും ഒരു കട്ടി ആഹാരം കഴിച്ചാൽ ഗ്യാസ് ഉണ്ടാവുക, വിശപ്പില്ലായ്മ, ഇതൊക്കെയാണ് ദഹനത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. കോൺസ്റ്റിപ്പേഷൻ ഒരു പ്രശ്നമാണെങ്കിൽ പോലും ഇതിന്റെ അത്രയും വരില്ല. അപ്പം ഈ വക കാര്യങ്ങൾ, ഈ വിശപ്പില്ലായ്മ, ഇതൊക്കെയാണ് ഏറ്റവും ബേസിക് കാര്യങ്ങൾ. ഇത് പലരും ശ്രദ്ധിക്കാറില്ല. എനിക്ക് വിശപ്പില്ല, പക്ഷെ ഞാൻ കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കുന്ന ഒരാളാണ്, അതാണ് കറക്റ്റായ രീതി എന്നൊരു കാഴ്ചപ്പാടാണ് പലർക്കും. അപ്പം ഇതിന്റെയൊക്കെ ഒരു കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ പറയാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഏറ്റവും ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം, ഡെലിവറി ടൈമിലെ ട്രോമ. അപ്പൊ നമുക്ക് അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നോക്കാം. പണ്ട് കാലത്ത് ഇത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല
ഡെലിവറിക്ക്. പണ്ടത്തെ സ്ത്രീകൾ എത്രയോ പ്രസവിച്ചിരുന്നു, പക്ഷെ അവർക്ക് കുറേ പ്രസവങ്ങൾ, ചിലപ്പോൾ 10 പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് പോലും വരാത്തൊരവസ്ഥ ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് ഒരു പ്രസവം കഴിയുമ്പോൾ വരുന്നു. അങ്ങനെ ചിന്തിക്കുക. അപ്പം അന്നും പ്രസവങ്ങൾ നടന്നിരുന്നു. ചിലർക്ക് ഇത് സംഭവിക്കുന്നേ ഇല്ല, ചിലർക്ക് ഇത് പിന്നെ മെനോപോസ് ഒക്കെ കഴിയുമ്പോഴേക്കും സംഭവിക്കുന്നു. ചിലർക്ക് പ്രസവിച്ച ഉടനെ അല്ല ഇത് സംഭവിക്കുന്നത്, ചിലർക്ക് പ്രസവിച്ച ഉടനെ വരാം, ചിലർക്ക് വാർദ്ധക്യത്തിലാണ് സംഭവിക്കാം. കുറെ പ്രസവം കഴിഞ്ഞ് വാർദ്ധക്യത്തിൽ വരുന്നൊരു സംഭവം. പക്ഷെ ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് പെട്ടെന്ന് വരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഒരു ഡിഫിക്കൽട്ട് ലേബർ ഉണ്ടാവുന്ന അല്ലെങ്കിൽ പ്രസവ സമയത്ത് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്ന എല്ലാ സ്ത്രീകളിലും വരുന്നില്ല. പണ്ടത്തതിൽ അപേക്ഷിച്ച് ഇപ്പോൾ സിസേറിയൻ കൂടുതലാണ്. അതായത് നോർമലായിട്ട് ഡെലിവറി നടക്കുന്നില്ല. എത്ര ശ്രമിച്ചാലും ആർട്ടിഫിഷ്യലായിട്ട് ഹോർമോൺസ് ഒക്കെ ഇഞ്ചെക്ട് ചെയ്താൽ പോലും നടക്കുന്നില്ല. അപ്പൊ അതെന്തുകൊണ്ട് എന്നൊന്ന് ചിന്തിക്കാം. അപ്പൊ നമ്മളുടെ ഒരു സ്ത്രീയുടെ ശരീരം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമിൽ വളരെയധികം ചേഞ്ചസ് ആണ്. വളരെയധികം ചേഞ്ചസ് എന്ന് വെച്ചാൽ പലതരം ഹോർമോൺസ് ഉണ്ടാവുന്നു. അങ്ങനെ ഒരു വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു സംഭവമാണ്. അപ്പൊ ആ സമയത്ത് എന്ന് പറയുമ്പോൾ ഒത്തിരി ന്യൂട്രിയൻസ് വേണം. നമ്മുടെ ബോഡിയുടെ ഫുൾ കെമിസ്ട്രി മാറാണ്. അതുവരെ ഉണ്ടായിരുന്ന ഫംഗ്ഷനിലൂടെ അല്ല അന്നൊരു സ്ത്രീയുടെ ശരീരം പോവുക. അതുവരെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന പല നമ്മളുടെ ആയുഷ്കാലം കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന പല ന്യൂട്രിയൻസും പല മിനറൽസും കാൽഷ്യം ഉൾപ്പെടെ അന്നേരം അലിഞ്ഞ് നമ്മുടെ ബ്ലഡിലേക്ക് വരും. അങ്ങനെ ഒരു വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വെൽ പ്ലാൻഡ് ആയിട്ടാണ് പ്രകൃതി നമ്മുടെ ശരീരം വെച്ചേക്കുന്നത്. അപ്പൊ നമ്മളത് മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴും മൃഗങ്ങളെ നോക്കുക, അവർക്ക് പ്രസവിച്ച അന്ന് തന്നെ അവര് നോർമലായിട്ട് ഒരു ലൈഫിലേക്ക് പോവുകയാണ്. പക്ഷെ അതേസമയം ഒരു മനുഷ്യനത് ആലോചിക്കാൻ പോലും പറ്റില്ല. ഇപ്പോഴും ചില ട്രൈബ്സ് ഉണ്ട്, അവർക്ക് പ്രസവം ഒരു പ്രശ്നമേ അല്ലെന്നാ പറയുന്നത്. അതിനിപ്പോഴും പ്രൂഫ് ഉണ്ട്. അവര് ആ ട്രഡീഷണൽ ആയിട്ടുള്ള അവര് നേച്ചറിൽ നിന്ന് വിട്ടുമാറാതെ കറക്റ്റ് ആഹാരവും കഴിച്ച് അവരുടേതായ ഇത് കഴിച്ചിട്ട് അവര് പ്രസവം കഴിഞ്ഞിട്ടും അവർ അന്ന് തന്നെ ജോലി തുടങ്ങുന്നവരുണ്ട്, അന്ന് തന്നെ നോർമൽ ലൈഫിലേക്ക് പോകുന്നവരുണ്ട്. നമ്മുടെ അമ്മമാര് പോലും അങ്ങനെ പല കഥകൾ പറഞ്ഞിട്ടുണ്ട്. അവര് തുണി അലക്കുമ്പോഴായിരിക്കും ആ പ്രസവം സംഭവിച്ചത്, അല്ലെങ്കിൽ മുറ്റം അടിച്ചോണ്ട് നിന്നപ്പോൾ ഓടിപ്പോയി പ്രസവിച്ചു. ഇത്ര മണിക്കൂറിനുള്ളിൽ കാര്യമൊക്കെ നടന്ന് ഇത്ര ദിവസത്തിനുള്ളിൽ അവര് ജോലിയിലേക്ക് കടന്നിരുന്നു. പക്ഷെ ആ ഒരു സംഭവം നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പോഴത്തെ നമ്മുടെ ഒരു ആരോഗ്യസ്ഥിതി വെച്ച്. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ, നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും ആഹാര രീതിയും വെച്ച് നമ്മുടെ ശരീരം അത്രയധികം മോശപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു ശരീരത്തിൽ ഉണ്ടാവേണ്ട ഒരു ബലമില്ല. പ്ലസ് ഒരു സ്ത്രീക്ക് എപ്പോഴും യൂട്രസിനായാലും മസിലിനായാലും ബോണിനായാലും എല്ലാം സ്ട്രെങ്ത് കൊടുക്കുന്നത് അവരുടെ 2 ഹോർമോൺസ് ആണ്. പ്രധാനമായിട്ട് സ്ത്രീ ഹോർമോൺസ് ആയ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണുമാണ്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ടതാണ് പ്രൊജസ്റ്ററോണിന്റെ റോള്. അപ്പം പ്രൊജസ്ട്രോൺ ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് യൂട്രസിനും അതിനോടനുബന്ധ മസിലുകൾക്കും ഒക്കെ കൂടുതലായിട്ട് സ്ട്രെങ്ത് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പം ഈ 2 ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാതെ വരുന്ന ഒരു അവസ്ഥ, അത് ഈ പ്രഗ്നൻസിയിലല്ല പറയുന്നത്, അതിന് മുമ്പ് തന്നെ ഇത് പ്രോപ്പറായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ല. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മളൊരു PCOD ആയിട്ടായിരിക്കും അത് തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ഒരു ഫൈബ്രോയിഡ് ആയിട്ട് അതൊരു വല്ല ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. പക്ഷെ ഇതിനും എത്ര നാൾ മുമ്പ് ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്ത് കുറെ നാൾ കഴിയുമ്പോഴായിരിക്കും നമുക്കൊരു ടെസ്റ്റിലൂടെ കിട്ടുന്നത്. അപ്പൊ അതെങ്ങനെയാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലായിട്ട് പ്രശ്നങ്ങളുണ്ട്, ടോക്സിൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ലിവറിലേക്ക് പോകും. ലിവർ അത് സ്റ്റോർ ചെയ്യും. പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ ലിവർ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാണ്ടാവും, കുറെ ഡാമേജുകൾ വരും. അപ്പോൾ നമ്മൾക്ക് പല ഹോർമോൺസിന്റെ ഒരു സൈക്കിൾ ഉണ്ട്, അത് പൂർത്തീകരിക്കാൻ പറ്റില്ല. അപ്പം ലിവറാണ് മെയിൻ ആയിട്ട് ഈസ്ട്രോജനെ പുറത്ത് എക്സ്ക്രീറ്റ് ചെയ്ത് കളയേണ്ട ഒരു നേച്ചർ ഉണ്ട്. അത് കളഞ്ഞാല് പുതിയതായിട്ടുള്ള ഈസ്ട്രോജൻ ശരീരത്ത് ഉണ്ടാവുള്ളൂ. അപ്പം അതൊരു കാരണം. നമ്മൾ കഴിക്കുന്ന ആഹാരം മോശമായിട്ട് ലിവർ ഇംപ്യൂർ ആയിട്ട് അത് പ്രോപ്പർ എക്സ്ക്രീഷൻ നടക്കാതെ വരുന്നു. അങ്ങനെ പുതിയ ഈസ്ട്രോജൻ ഉണ്ടാവുന്നില്ല. കാരണം ശരീരം നോക്കുമ്പോൾ ശരീരത്തിൽ ഈസ്ട്രോജന്റെ പ്രസൻസ് ഉണ്ട്, പക്ഷെ അതൊരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് കഴിഞ്ഞ ഒരു ഈസ്ട്രോജൻ ആണ് കിടക്കുന്നത്. അത് ഈസ്ട്രോജൻ ഡെഫിഷ്യൻസി വരുന്നതിന് ആദ്യത്തെ കാരണം. പിന്നീട് നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്കിന്നിലൂടെ തേക്കുന്ന കെമിക്കൽസ്, പ്രത്യേകിച്ച് കോസ്മെറ്റിക്സിലൂടെ നമ്മളുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന കെമിക്കൽസ് ഈസ്ട്രോജന്റെ തന്നെ ഒരു കെമിക്കൽ രൂപത്തിലേക്ക് മാറും. ആ സമയത്ത് വീണ്ടും ശരീരം നോക്കുമ്പോൾ അതൊരു ഈസ്ട്രോജൻ ഉള്ളതായിട്ടൊരു പ്രസൻസ് ആണ് കാണുന്നത്. അതിനെ ഈ പറയുന്ന ഈ കെമിക്കൽ ആയിട്ട് ഒരു മിമിക് ചെയ്യുന്ന ക്സീനോ ഈസ്ട്രോജൻസ് എന്ന് പറയും. അത് നമ്മുടെ കോസ്മെറ്റിക്സിലുണ്ട്, എല്ലാത്തരം കെമിക്കൽസിലും ഉണ്ട്. അതായത് ഫ്ലോർ ക്ലീനേഴ്സ്, ടോയ്ലറ്റ് ക്ലീനേഴ്സ്, അങ്ങനെ എല്ലാ തരവും ഇതിലും ഇത് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നു. ഏറ്റവും എസ്പെഷ്യലി എടുത്തു പറയേണ്ട കാര്യം കോസ്മെറ്റിക്സ് തന്നെയാണ്. അമിതമായിട്ടുള്ള കോസ്മെറ്റിക് ഉപയോഗം കുറച്ചുപോലും നല്ലതല്ല. കാരണം ഇത് നമ്മുടെ ശരീരത്തേക്ക് തേച്ചാലും നമ്മുടെ സ്കിന്നിലൂടെ അത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുകയാണ്. പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയി അത്
ബ്ലഡിൽ കലരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു മിമിക് ചെയ്യാണ്. അതായത് ഒറിജിനൽ ഈസ്ട്രോജൻ ഉള്ളതുപോലെ ശരീരത്തിന് തോന്നും, പക്ഷെ ഇത് ഒരു യൂസും ഇല്ലാത്തൊരു കെമിക്കലിന്റെ ഫോമാണ്. അത് രണ്ടാമത്തെ ഒരു കാരണം. പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകളിൽ ഇത് റീ അബ്സോർബ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഇത് ബോഡി എല്ലാം എക്സ്ക്രീഷൻ എല്ലാം റെഡി ആക്കിയിട്ട് കളയേണ്ട ഒരു സാധനമാണ്. പക്ഷെ പ്രോപ്പറായിട്ട് മോഷൻ പോകാതെ ഇത് കോൺസ്റ്റിപ്പേഷൻ വന്നു, ഈ നിങ്ങളുടെ വേസ്റ്റ് ആണല്ലോ ഈ മലം, അത് ഉള്ളിൽ തന്നെ കിടക്കുമ്പോൾ ഈ ഈസ്ട്രോജനും പല പല ഹോർമോൺസും റീ അബ്സോർബ് ആവുന്നുണ്ട്, തിരിച്ച് ശരീരത്തിലേക്ക് വരും. അപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ പിന്നെ നോക്കുമ്പോൾ ശരീരത്തിൽ ഈസ്ട്രോജൻ കാണുന്നു, പക്ഷെ ഇതൊരു വീണ്ടും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതും യൂസ് ചെയ്യാൻ പറ്റില്ല. ഫലത്തില് ബ്ലഡില് ഇങ്ങനെ പല ഫോംസിലുണ്ടെങ്കിൽ പോലും അത് കറക്റ്റ് ആയിട്ട് ബോഡിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു ഈസ്ട്രോജൻ ആയിട്ട് മാറും. ഇങ്ങനെ ഒത്തിരി കാരണങ്ങളുണ്ട്. ഇതിപ്പോ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ എടുത്തു പറയാവുന്നേ ഉള്ളൂ. അപ്പം അത് ഈസ്ട്രോജന്റെ കാര്യം. പിന്നെ പ്രൊജസ്ട്രോണിന്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇത് രണ്ടുമാണ് സ്ത്രീകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോൺ. അതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. പ്രൊജസ്ട്രോണിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതാണ് സ്ട്രെങ്ത് തരുന്നതെന്ന് ആദ്യമേ പറഞ്ഞു. മസിലിനാണെങ്കിലും ബോണിന് വരെയും എല്ലാം സ്ട്രെങ്ത് തരേണ്ടത് ഇതാണ്. അപ്പൊ പ്രൊജസ്ട്രോൺ ഒരു സ്ത്രീ ശരീരത്ത് ഉണ്ടാവുന്നത് ഇതൊരു സെക്കൻഡ് ഫേസ്, അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ടാണ്, ഓവുലേഷൻ ഉണ്ടായിട്ടാണ് ഈ ശരീരത്തിലേക്ക് ഉണ്ടാവുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സ്ത്രീകളിൽ ഈ PCOD പോലുള്ള പ്രശ്നങ്ങൾ കൂടുതലായതിനാൽ ഓവുലേഷൻ എന്ന് പറയുന്ന സംഭവം നടക്കുന്നില്ല. അത് നടക്കാത്തതുകൊണ്ട് ഈ പ്രൊജസ്റ്ററോൺ കുറയുന്നു. അപ്പം അവര് പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഈ പ്രൊജസ്ട്രോണിന്റെ കുറവ് അവരുടെ മറ്റു പ്രശ്നങ്ങളുണ്ട്, അതിനോടൊപ്പം തന്നെ ഇവരുടെ ശരീരത്തിന്റെ ബലം കുറച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. അപ്പൊ ഓൾറെഡി ബലമില്ലാത്തൊരു ശരീരം, പിന്നെ കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു പ്രഗ്നൻസിയിലേക്ക് എത്തുന്നത്. ഇപ്പോഴത്തെ സ്ത്രീകളിൽ കൂടി വരുന്ന ഒരു പ്രശ്നമാണ് ഇൻഫെർട്ടിലിറ്റി. അപ്പം അതിന്റെ ഒരു റീസൺ പറയാണ്. അപ്പൊ നമ്മൾ പല ട്രീറ്റ്മെന്റും എടുത്ത് എങ്ങനെയൊക്കെയോ നമ്മൾ പ്രഗ്നന്റ് ആയി. പിന്നെ ഇതേ പല പല ഹോർമോണുകളുടെ ഉൽപാദനം ഇല്ലാത്തത് കൊണ്ട് ഈ പ്രഗ്നൻസി വീണ്ടും കോംപ്ലിക്കേഷനിലേക്ക് വരും. വീണ്ടും ഈ ഹോർമോണുകളാണ് നിങ്ങൾക്ക് പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള പല പല സിന്തറ്റിക് ഇഞ്ചക്ഷൻസ് ആയിട്ടും ഒക്കെ തരില്ലേ. അതൊക്കെ ഇതിന്റെ തന്നെ പല പല വകഭേദങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ ശരീരം നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്കത് മരുന്നിന്റെ രൂപത്തിൽ നിങ്ങൾ എടുത്തിട്ട് എങ്ങനെങ്കിലും ഈ പ്രഗ്നൻസി അങ്ങ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ ഇത് ജസ്റ്റ് നമ്മള് ഹോർമോൺസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അപ്പൊ എല്ലാം പറയാൻ പറ്റില്ല, കാരണം അത്രയധികം പഠനങ്ങളുണ്ട്, കുറേ ഉണ്ട്. അപ്പൊ വളരെ ചുരുക്കി പറയുകയാണ്. അങ്ങനെ പ്രഗ്നൻസിയിൽ എത്തിയെന്നിരിക്കട്ടെ. ഈ പ്രഗ്നൻസിയിൽ എത്തിക്കഴിഞ്ഞാല് നോർമലായിട്ട്, അപ്പം ഇതിന്റെ പ്രധാന കാരണം പറയുന്നത് ട്രോമ ഡ്യൂറിങ് പ്രഗ്നൻസി ആണ്. ഒരു സുഖമല്ലാത്തൊരു പ്രഗ്നൻസി, അന്നേരം വരുന്ന കോംപ്ലിക്കേഷൻ, അന്നേരം പിന്നെ കുറെ നേരം പെയിൻ വരിക, അങ്ങനെ വരുന്ന ഒരു പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്നതാണ് യൂട്രൈൻ പ്രൊലാപ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ വീണ്ടും ചിന്തിക്കുക, എന്തുകൊണ്ട് അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ വന്നു? പണ്ട് കാലങ്ങളിൽ ഇല്ലാത്തൊരു കോംപ്ലിക്കേഷൻ എന്തുകൊണ്ട് ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് വരുന്നു? ഇഞ്ചക്ഷൻസ് എടുത്താൽ പോലും, പെയിനൊക്കെ തരുന്ന ഇഞ്ചക്ഷൻസ് ഇല്ലേ, അതെടുത്താൽ പോലും നോർമലായിട്ട് പ്രഗ്നൻസി വരുന്നില്ല. അപ്പൊ അതിലേക്കൊന്ന് പോവാം. അപ്പം അതിനും വീണ്ടും ഇതുപോലെ തന്നെ ഒത്തിരി ഇത് വേണം, പലതരം ഹോർമോൺസ് വേണം. അപ്പൊ അതില് തന്നെ നമുക്ക് എല്ലാം കൂടെ പറയേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് അതിലെടുത്ത് പറയേണ്ട കാര്യമാണ് ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ. അപ്പം ഇതെന്ന് വെച്ചാൽ ഒത്തിരി ഫംഗ്ഷൻ ഉണ്ട്, പക്ഷെ പ്രഗ്നൻസി ടൈമിൽ ഇത് ഭയങ്കരമായിട്ട് വേണം. അപ്പൊ നമ്മൾ ഈ ടേം അടുക്കും തോറും, പ്രഗ്നൻസി അടുക്കും തോറും ഇതിന്റെ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് ശരീരത്തേക്ക് ഇങ്ങനെ നമ്മളൊരു കുട്ടി വരാനായിട്ട് നമ്മുടെ മനസ്സിലും നമ്മുടെ വീട്ടിലും പ്രിപ്പറേഷൻ നടത്തുന്നതിന്റെ അപ്പുറം നമ്മുടെ ശരീരമാണ് നടത്തുന്നത്. നമ്മളൊരു കുട്ടിക്ക് വേണ്ടി ഒരു തുണി കഴുകി വെക്കുന്നില്ലേ, അതിന്റെ അപ്പുറത്തെ സംഭവങ്ങളാണ് നമ്മുടെ ശരീരം നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്നുണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിനെ റിസീവ് ചെയ്യാനായിട്ട് കുറെ റിസപ്റ്റേഴ്സ് ഉണ്ട്. അത് ഭയങ്കരമായിട്ട് അവസാന കാലഘട്ടങ്ങളിൽ ശരീരം ഉൽപ്പാദിപ്പിക്കുകയാണ്. ഓക്സിറ്റോസിൻ ഈ പ്രഗ്നൻസിയുടെ ഡെലിവറി സമയത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ വേണം ഉണ്ടാക്കാനായിട്ട്. അന്നേരം ഭയങ്കരമായിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം, അത് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം വെച്ചിട്ടാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതായത് ഈ ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്നത് ഒരു താക്കോലാണ്, ഈ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ലോക്കിന്റെ ഇതാണ്, ലോക്ക് പാഡ് എന്ന് പറയില്ല, അതാണ്. അപ്പം ഈ ശരീരത്ത് ഓക്സിറ്റോക്സിൻ ഉണ്ടായിട്ട് കാര്യമില്ല, ഈ റിസപ്റ്ററിന്റെ ഉള്ളിലേക്ക് ഇതിന് കടക്കാൻ പറ്റണം. അപ്പൊ അതിനൊരു ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത് പോലെ തുറന്നു കൊടുത്താൽ മാത്രമേ ഈ ഓക്സിറ്റോസിന് ഉള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ ശരീരത്ത് ഓക്സിറ്റോസിനും ഉണ്ട്, റിസപ്റ്റേഴ്സും ഉണ്ട്. പക്ഷേ വീണ്ടും കോംപ്ലിക്കേഷൻ വരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഈ ഗേറ്റ് തുറക്കാനായിട്ട് കുറെ ന്യൂട്രിയൻസിന്റെ ആവശ്യമുണ്ട്. അതിലെടുത്ത് പറയേണ്ടതാണ് മഗ്നീഷ്യം. ഈ മഗ്നീഷ്യത്തിന്റെ ഡിഫിഷ്യൻസിയാണ് മെയിൻ ആയിട്ട്
ഈ പ്രഗ്നൻസി ടൈമിൽ ഓക്സിറ്റോസിൻ ഉണ്ടായാൽ പോലും അത് പ്രവർത്തിക്കാത്തത്. അപ്പൊ നമ്മൾക്ക് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട്, പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് തരുന്ന ഇഞ്ചക്ഷൻ ഇല്ലേ, അത് ഈ ഓക്സിറ്റോസിന്റെ ഒരു സിന്തറ്റിക് ഫോം ആണ്. അത് എടുത്താൽ പോലും പല സ്ത്രീകൾക്ക് 2 ദിവസമൊക്കെ കഴിഞ്ഞാലും ഡെലിവറി നടക്കുന്നില്ല. അവർക്ക് പെയിൻ വരുന്നു പോകുന്നു, മൈൽഡായിട്ട് എപ്പോഴെങ്കിലും ഒരു പെയിൻ വരുന്നു പോകുന്നു, അതിന്റെ കറക്റ്റ് ഒരു സ്ട്രെങ്ത്തിൽ വരുന്നില്ല. അപ്പൊ നമ്മൾ പെയിൻ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഫ്രീക്വൻസി കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴായിരിക്കും ഈ ഇതിലേക്ക് പോവുക. എന്നിട്ട് പോലും നടക്കാതെ അല്ലേ സിസേറിയനിലേക്ക് പോവുക. അപ്പൊ നിങ്ങൾ വീണ്ടും മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഓൾറെഡി ഹോർമോൺ ഉൽപാദനം ഇല്ലാത്തതിനാൽ ഇതേപോലെ ശരീരം വീക്കായിട്ടിരിക്കുന്നു. എന്നിട്ട് ആർട്ടിഫിഷ്യലി ഒരു ഹോർമോൺ തന്നിട്ട് പോലും നിങ്ങൾക്ക് അതുപോലും ശരീരത്തിന് സപ്പോർട്ട് ആവുന്നില്ല. അപ്പൊ ആണ് അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മഗ്നീഷ്യം. വേറെ പല കാര്യങ്ങളുണ്ട്, പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് അറിയുന്നത് മഗ്നീഷ്യം. അപ്പൊ അതിന്റെ ഡെഫിഷ്യൻസി എങ്ങനെ വരുന്നു എന്ന് നോക്കാം. മഗ്നീഷ്യം എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് പല ആഹാരത്തിലൂടെ ചെല്ലുന്നുണ്ട്. പക്ഷേ ഇതിന് ഡെഫിഷ്യൻസി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ ആഹാര രീതി തെറ്റാവുമ്പോൾ, നമ്മൾ കൂടുതലായിട്ടും ആസിഡിക് ഫുഡ് എടുക്കുമ്പോൾ ഈ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മഗ്നീഷ്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് റീഅബ്സോർബ് ആവുന്നു. അപ്പം പല നമ്മുടെ എല്ലുകളിലും നമ്മുടെ ലിവറിലും ഒക്കെ മഗ്നീഷ്യം ശരിക്കും നമ്മൾ നല്ലൊരു കറക്റ്റ് ആയിട്ടുള്ള ആഹാരമാണ് എടുത്തെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഈ ഒരു സ്റ്റോറേജ് ഒന്നും ഇല്ല. അതായത് അവിടെ യൂസ് മാത്രമേ നടക്കുന്നുള്ളൂ. അതായത് ആഹാരത്തിലൂടെ കിട്ടിയ മഗ്നീഷ്യം ശരീരത്തിന്റെ ഒരു ഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റാതെ നമ്മൾ തെറ്റായ ആഹാരം, കെമിക്കൽ അടങ്ങിയ ആഹാരം, ശരീരത്തിന് യോജിക്കാത്ത അമിതമായിട്ടുള്ള നോൺ വെജ്, മിൽക്ക് പ്രോഡക്ട്സ്, ഷുഗർ ഇതെല്ലാം എടുക്കുമ്പോൾ ശരീരം അസിഡിക് ആയി മാറുകയും ഇത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ മഗ്നീഷ്യം റീഅബ്സോർപ്ഷൻ നടക്കുന്നു. അപ്പം ശരീരത്തിൽ മഗ്നീഷ്യം ഡെഫിഷ്യൻസി വരുന്നു. അങ്ങനെയാണ് നിങ്ങൾക്ക് പ്രഗ്നൻസിയിൽ ഈ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത്. അതായത് നോർമലായിട്ട് ഒരു ഡെലിവറി നടത്താൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ നമുക്ക് പ്രൊജസ്ട്രോണിലോട്ട് ഒന്നുകൂടെ തിരിച്ചു പോവാം. അപ്പൊ ഈ പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ കുട്ടി വളരാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ ശരീരം സ്ട്രെച്ച് ആവാൻ വേണ്ടിയിട്ട് പലതരം ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട്. അപ്പം അതിങ്ങനെ ശരീരം ഒന്ന് അയഞ്ഞു കൊടുക്കുകയാണ്, എന്നാലേ കുട്ടിക്ക് വേണ്ട വിധത്തിലുള്ള വികാസം ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ ഹിപ്പ് എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഇതിന് ലാസ്റ്റ് ഘട്ടമാകുമ്പോഴേക്കും ഇതൊക്കെ അയഞ്ഞ് ആ ഒരു ഡെലിവറിക്ക് ഈസി ആവാനായിട്ട്, കുട്ടിക്ക് വളരാനായിട്ടുമുള്ള ഒരു ഇതിലേക്ക് പോവുകയാണ്. ആ ടൈമില് റിലാക്സിൻ എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ മസിൽസിനെയൊക്കെ ഇങ്ങനെ ഒന്ന് ലൈറ്റ് ആക്കും, അതായത് ഒരു ദുർബലമാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ടാണ് ആ സമയത്ത് നമുക്ക് ഭയങ്കരമായ ക്ഷീണം, ഒരു ബലമില്ലായ്മ തോന്നല്. കുട്ടിയുടെ ഭാരം മാത്രമല്ല, നമ്മൾക്കൊക്കെ കുട്ടിയുടെ ഭാരമാണെന്നായിരിക്കും തോന്നുന്നത്. പക്ഷെ അത് മാത്രമല്ല, കാരണം ഈ ശരീരത്തിൽ ഇത്രയും ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്, നീർക്കെട്ടുകൾ, അങ്ങനെ ഇങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ആ ടൈമില് നന്നായിട്ട് പ്രൊജസ്റ്ററോൺ നോർമൽ ആയിട്ടുള്ള ഒരു ശരീരമാണെങ്കിൽ, നന്നായിട്ട് എല്ലാ അവയവങ്ങളും ഗ്ലാൻഡുകളും പ്രവർത്തിക്കുന്ന ഒരു ശരീരമാണെങ്കിൽ, നോർമലായിട്ട് പ്ലാസന്റയിൽ നിന്നും ഒക്കെ ഇങ്ങനെ ആ സമയത്ത് പ്രൊജസ്ട്രോൺ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അതും സംഭവിക്കില്ല. അപ്പോഴത്തേക്കും ഈ റിലാക്സിൻ ഉണ്ടായി നിങ്ങളുടെ മസിലുകളൊക്കെ ലൂസ് ആവുകയും ചെയ്തു. എന്നാൽ ഇത് തിരിച്ച് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊജസ്ട്രോൺ വീണ്ടും ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പോൾ തിരിച്ച് ആ സ്ട്രെങ്ത് കൊടുക്കേണ്ട ഹോർമോൺ വീണ്ടും ഉണ്ടാവാത്തോണ്ട് നിങ്ങളുടെ ബോഡി വീക്ക് ആവുകയാണ്. അപ്പൊ മനസ്സിലാക്കേണ്ടത്, പ്രകൃതി നിങ്ങളുടെ ശരീരത്തിൽ ഇതെല്ലാം കറക്റ്റായിട്ടൊരു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള എല്ലാ പ്രൊവിഷനും വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജീവിത ശൈലി കൊണ്ടും ആഹാര രീതിയിലുള്ള തെറ്റുകൾ കൊണ്ടും അത് വേണ്ട വിധത്തിൽ അവയവങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പ്രഗ്നൻസി ഇത്രയും കോംപ്ലിക്കേഷനിലേക്ക് വരുന്നത്. പിന്നെ അടുത്ത ഒരു കാരണം എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് നീർക്കെട്ടുകൾ. അപ്പൊ പ്രഗ്നൻസി ടൈമിൽ, എസ്പെഷ്യലി പ്രഗ്നൻസി ടൈമിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏതാണ്ട് 20% കൂടുതൽ ഇമ്പ്യൂരിറ്റീസ് കാണപ്പെടും. പ്രത്യേകിച്ച് ആൺകുട്ടികളാണെങ്കിൽ വീണ്ടും കൂടും. അപ്പൊ അതുകൊണ്ടാണ് ഒത്തിരി ചേഞ്ചസ്. ചിലർക്ക് കഴുത്ത് തീർക്കും, ചിലർക്ക്. അപ്പൊ അതും ഇങ്ങനെ നിങ്ങൾ പറയുക ഹോർമോൺ ഇംബാലൻസ് എന്നായിരിക്കും ഡോക്ടറുടെ അടുത്ത് ചെന്നാൽ പറയുക. പക്ഷെ ഇങ്ങനെയും കൂടെ പല കാര്യങ്ങളും ഉള്ളിൽ നടക്കുന്നുണ്ട്. അതും ശ്രദ്ധിക്കുക. എല്ലാവർക്കും സംഭവിക്കുന്നില്ല ഇത്. കറക്റ്റായിട്ട് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്ത് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരിൽ അത് കുറവാണ്. പക്ഷെ അതേസമയം പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻ കൂടുതലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ പല ഇതും വരും. മൊത്തത്തിൽ കറക്കുക. അപ്പൊ പറയാം അത് പെൺകുട്ടി ആയതുകൊണ്ടാണ്, ആൺകുട്ടി ആയതുകൊണ്ടാണെന്നൊക്കെ പലതും പറയാറുണ്ട്. പിന്നെ കാലിൽ അമിതമായിട്ടുള്ള നീര്. അപ്പം അതിനൊരു ഫിസിക്കലായിട്ട് വരുന്ന കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ പല ഇതിനെ ആർട്ടറീസിനെയും വെയിൻസിനെയും ഒക്കെ പ്രസ് ചെയ്യുന്നു. അങ്ങനെ പല കാരണങ്ങളും ഉണ്ട്. ഇത് മാത്രമാണ് കാരണം എന്നല്ല പറയുന്നത്. എന്നാൽ തന്നെയും ശ്രദ്ധിക്കുക, അത് കറക്റ്റായിട്ട് എനിക്ക് തന്നെ അറിയാം. ഞങ്ങളുടെ വീടുകളിലൊക്കെ ഞങ്ങൾ കറക്റ്റായിട്ട് ആയുർവേദം ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക്, ഇൻക്ലൂഡിങ് എനിക്ക്, ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ വന്നിട്ടില്ലായിരുന്നു. അപ്പൊ എന്റെ വീട്ടിൽ എന്റെ സിസ്റ്റർ ഇൻ ലോയിനായാലും എല്ലാവരും, ആർക്കും ഈ നീരെന്ന് പറയുന്ന സംഭവമോ അല്ലാതെ സാധാരണമായിട്ട് പറയുന്ന പല കാര്യങ്ങളും ഞങ്ങൾക്ക് പ്രഗ്നൻസിയിൽ വന്നിട്ടില്ല. അപ്പൊ അതിനാണ് പണ്ട് കാലങ്ങളിൽ കറക്റ്റായിട്ട്
ഓരോ സ്ത്രീകൾക്ക് ഇന്ന മാസത്തിൽ ഇന്ന കഷായം കുടിക്കുന്ന ഓരോ നാട്ടിലും ഓരോന്നാണ്. ആ മാസമായാല് സ്ത്രീകൾ സ്വാഭാവികമായിട്ടും അവരവരുടെ വീട്ടിൽ പോവുക, പിന്നെ കുറെ നാൾ അവിടെ കഷായം കുടിച്ച് റെസ്റ്റ് എടുക്കുക, ആ സമയത്ത് നാത്തൂൻ നോക്കണം, അങ്ങനെയൊക്കെ ആചാരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഒരു കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അവരുടെ ശരീരത്തെ റെഡിയാക്കുന്ന ചടങ്ങുകളായിരുന്നു. പ്രഗ്നൻസിക്ക് മുമ്പ്, അത് ട്രൈ ചെയ്യുന്നതിന് മുമ്പ് പലതരം ഫുഡ് കഴിച്ചിരുന്നു. പ്രഗ്നൻസി ടൈമിൽ പലതരം ആചാരങ്ങളുണ്ടായിരുന്നു. അവര് വെറുതെ ഇരിക്കുകയല്ലായിരുന്നു, അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും, മുറ്റം അടുപ്പിക്കുന്നതൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ലേ. അതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം അനങ്ങിയാൽ മാത്രമേ നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഡൈജഷൻ നടക്കുള്ളൂ. അതായത് ഈ സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഡൈജഷൻ, നമ്മുടെ ലിവറിന്റെ ഫംഗ്ഷൻ, ഇന്റസ്റ്റൈനിന്റെ ഫംഗ്ഷൻ എല്ലാം 20-30% വരെ കുറയ്ക്കും എന്ന് വെച്ചാൽ ഈ കുട്ടി ഇപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരു പെരിസ്റ്റോൾട്ടിക് മൂവ്മെന്റ് ആണ്, ഒരു ബോഡിയുടെ മൂവ്മെന്റ്, ഇന്റസ്റ്റൈനിലൊക്കെ ഉള്ള മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഇത് പോകാനായിട്ടുള്ള ചാൻസുകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനോട് കൂടി വരും. അപ്പോൾ ഈ ഫംഗ്ഷൻ ബോഡി തന്നെ ഈ കുട്ടി അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് അതൊന്ന് കുറച്ചു വെക്കുന്ന ഒരു അവസ്ഥയാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കും പല സ്ത്രീകൾക്കും കോംപ്ലിക്കേഷൻ വരുന്നത്. അപ്പം ആ സമയത്ത് നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ സാധാരണ കഴിക്കുന്നതിലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വേണം ഒരു പ്രഗ്നൻസിയിൽ കഴിക്കാൻ. പക്ഷെ നമ്മൾ അതിന് മുമ്പും ഹെൽത്തി ഫുഡല്ല കഴിക്കുക, അതിന് ശേഷവും ഹെൽത്തി ഫുഡല്ല കഴിക്കുക. അപ്പം ഡയറ്റിനെ പറ്റി, ആൽക്കലൈൻ ആൻഡ് അസിഡിക് ഡയറ്റിനെ പറ്റി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്കൊരു കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. എന്താണ് ഒരു പ്രോപ്പറായിട്ട് കഴിക്കേണ്ട ആഹാരം. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രഗ്നൻസി ടൈമിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ബോഡി ക്ലീൻ ചെയ്യാനുള്ള ഫുഡാണ് ശരീരത്തിന് ഇട്ട് കൊടുക്കേണ്ടത്. നിറയെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും റോ ആയിട്ടുള്ള ജ്യൂസസും അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ഇൻഫ്ലമേഷനിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ഇൻഫ്ലമേഷന്റെ കാര്യം എന്ന് പറയുന്നത്, അപ്പം സ്വാഭാവികമായിട്ട് ഉള്ളിൽ നീർക്കൊട്ടുണ്ടാവും. ബോഡി അസിഡിക് ആകുമ്പോഴും നീർക്കെട്ടുകൾ ഉണ്ടാവാറുണ്ട്, ഇൻഫ്ലമേഷൻ ഉണ്ട്. പ്ലസ് നമ്മൾക്ക് പ്രഗ്നൻസിയിൽ ഇങ്ങനെ ഇമ്പ്യൂരിറ്റി കൂടുന്നതുകൊണ്ട് വീണ്ടും ഇൻഫ്ലമേഷൻ ഉണ്ടാവും, വീണ്ടും നമ്മുടെ സിസ്റ്റം വീക്ക് ആവും. ഇൻഫ്ലമേഷൻ ഉണ്ടായി കഴിയുമ്പോഴേക്കും ഒരു പരിധി കഴിയുമ്പോൾ ബോഡിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്ലീനിങ് മെക്കാനിസം കുറയും. അങ്ങനെ സ്വാഭാവികമായിട്ടും ഒരു 20% കുറയുന്ന ഒരു അവസ്ഥയും വീണ്ടും മുമ്പുള്ള ആരോഗ്യത്തിന്റെ കുറവും ഇപ്പോഴത്തെ ഫുഡ് ഹാബിറ്റ് കാരണം വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വരും. അങ്ങനെ മൊത്തത്തിൽ സ്ത്രീകളുടെ ഇപ്പോഴത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ ഒരു പ്രഗ്നൻസി വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സബ്ജക്റ്റായി മാറുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് കുട്ടിയുടെ ഹെവി ബർത്ത് വെയിറ്റ്, അല്ലെ വളരെ ഭാരമുള്ള ഒരു കുട്ടി ആണ് വയറ്റിലുള്ളതെങ്കിലും ഇതിനൊരു ചാൻസ് ഉണ്ടെന്നാ പറയുന്നത്. അതും വീണ്ടും നോക്കുക. അമിതഭാരമുള്ള കുട്ടികൾ ഉണ്ടാവുന്നത് എപ്പോഴും പ്രഗ്നൻസിയിൽ ഡയബറ്റിക് ആയിട്ടുള്ള അമ്മമാർക്കാണ് ഭൂരിഭാഗം അങ്ങനെയാണ് വരിക. അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു ഹോർമോണൽ ഇഷ്യൂ അവർക്ക് മുമ്പ് ഉണ്ടായിരുന്നിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് ഈ അമിതഭാരമുള്ള കുട്ടി ഉണ്ടാവുന്നത്. ആ കുട്ടിയുടെ ഭാരം എന്ന് പറയുന്നത് ചിലപ്പോൾ ജനിച്ച് 2-3 ദിവസം കഴിയുമ്പോഴേക്കും നേരെ ചുങ്ങി അങ്ങ് പോവാറുണ്ട്. അപ്പൊ അതും ഒരു തരം നീർക്കെട്ട് പോലെ വരുന്ന ഒരു സംഭവം ഈ വെയിറ്റ്. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് കാരണം നമ്മൾ നോക്കിയാലും അതിന്റെയും എന്തുകൊണ്ട് അത് ആ ഒരു സിംറ്റം ഉണ്ടായി എന്ന് നോക്കിയാൽ വീണ്ടും ചെന്നെത്തുക നമ്മുടെ റോങ് ഫുഡ് ഹാബിറ്റുകളിലാണ്. പിന്നെ പലതരം ഡിഫിഷ്യൻസികൾ. അപ്പം അതൊക്കെ കുറെയൊക്കെ നമുക്ക് ഫുഡിലൂടെ മാറ്റാൻ പറ്റും. അതിൽ ഒത്തിരി കാര്യമുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, ഈ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ എല്ലാത്തരം, അതായത് പുതിയൊരു ശരീരം ഉണ്ടാക്കിയെടുക്കല്ലേ, അതുകൊണ്ട് എല്ലാത്തരം വൈറ്റമിൻസും മിനറൽസും വേണം. അതിൽ എടുത്തു പറയേണ്ടത് ആദ്യം തൊട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ് ഫോളിക് ആസിഡ്. അതിനെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ എപ്പോഴും ഫോളിക് ആസിഡ് നാച്ചുറൽ ആയിട്ടുള്ളതാണ് അബ്സോർപ്ഷൻ കൂടുതലായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്. നമ്മളൊരു ക്യാപ്സ്യൂൾ എടുത്തു കഴിയുമ്പോൾ നമ്മളുടെ എല്ലാ ജോലിയും കഴിഞ്ഞെന്നാണ് വിചാരം. പക്ഷെ അങ്ങനല്ല. ഫോളേറ്റ്, ഇലകളിലുള്ള ഫോളേറ്റ് ആണ് ഫോളിക് ആസിഡിലേക്ക് ഉള്ള ഏറ്റവും നല്ല സോഴ്സ് എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈറ്റമിൻ ഡി. ഈ വൈറ്റമിൻ ഡി ആണ് നമുക്ക് നാച്ചുറൽ ആയിട്ട് സ്ട്രെങ്ത് കൊടുക്കേണ്ടത്. അപ്പൊ വൈറ്റമിൻ ഡിയെ പറ്റി ഞാനൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട്, അത് കേട്ടാലും മനസ്സിലാവും എന്തുകൊണ്ട് എല്ലാവരും ഇപ്പൊ 70-85% വരെ ആൾക്കാര് ഇന്ത്യയിൽ വരെ, നമ്മൾക്ക് ഇത്രയും പേരുള്ള ഇന്ത്യയിൽ വരെ ഡെഫിഷ്യൻസി വരികയാണ്. അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് കൂടുതലായിട്ട് മനസ്സിലാവും. പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഈ ബോറോൺ, ബോറാക്സ് എന്നൊക്കെ പറയുന്ന എലമെന്റ്സ് ഉണ്ട്. അത് ശരിക്കും മണ്ണില് ഉണ്ട്. അത് നമ്മളിപ്പോ കിട്ടുന്ന സാധാരണമായിട്ടുള്ള പച്ചക്കറികളിൽ അതില്ല. ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികളിൽ അതുള്ളൂ. അപ്പം നമ്മുടെ അയോഡിൻ വേണമെന്ന് പറയില്ലേ തൈറോയിഡിന്, അതുപോലെ തന്നെ നമ്മുടെ പാരാതൈറോയിഡ് ഹോർമോൺ ആണ് ഈ വൈറ്റമിൻ ഡിയെ എങ്ങനെ ഒരു മെറ്റബോളൈസ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ്. ആ ഗ്ലാൻഡിന് ഏറ്റവും പ്രധാനപ്പെട്ട മിനറൽസ് ആണ് ഇത്
ഈ ബോറാക്സ് എന്ന് പറയുന്ന സാധനം. അത് ഇപ്പോഴത്തെ ഈ വിഷമുള്ള പച്ചക്കറിയൊക്കെ കഴിച്ചിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ആഹാരം, നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് പച്ചക്കറി കഴിക്കാത്തതുകൊണ്ടാണ് ഇത്രയും ഡെഫിഷ്യൻസി വരുന്നതെന്ന് എന്നും ഒരു പഠനമുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ട് പുറത്ത് അതിനെപ്പറ്റി നല്ല പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു കാരണം. അപ്പൊ നമ്മൾ മാക്സിമം ഓർഗാനിക് ആയിട്ട് കഴിക്കാൻ നോക്കുക. നമ്മളുടെ പറമ്പുകളിലും ഒക്കെ ഉള്ള ഇലകളൊക്കെ മാക്സിമം കഴിക്കാൻ നോക്കുക. അപ്പൊ പലതരം ചീരകളുണ്ടല്ലോ, അതൊക്കെ കൂടുതലായിട്ട് ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. പിന്നെ അടുത്ത കാരണം കോൺസ്റ്റിപ്പേഷൻ. കോൺസ്റ്റിപ്പേഷന്റെ കാരണം, കോൺസ്റ്റിപ്പേഷന്റെ ഒരു വീഡിയോ ഉണ്ട്, അത് കണ്ടാൽ കുറച്ചും കൂടി മനസ്സിലാവും. കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള കാരണം നമ്മളുടെ പ്രഗ്നൻസി ടൈമിലെ കോൺസ്റ്റിപ്പേഷൻ ഒരിത്തിരി ഒരു കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ആണ്. എന്നാൽ തന്നെ അത് നമുക്ക് ഫുഡ് വെച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പൊ പ്രഗ്നൻസി ടൈമിൽ ഇത് എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞു കൊടുത്ത പലർക്കും ഫലമായിട്ട് കണ്ട ഒരു കാര്യമാണ് കുക്കുംബർ. ഏത് വെള്ളരിയാണെങ്കിലും, സാധാ സാലഡ് വെള്ളരി ആണെങ്കിലും നമ്മുടെ കണി വെള്ളരി ആണെങ്കിലും ഭയങ്കരമായിട്ട് നല്ലൊരു എഫക്ട് കാണുന്നുണ്ട്. പലർക്കും ഈ ഒരു പ്രശ്നം മാറുന്നുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ഈ അങ്ങനത്തെ വലിയ ഫലങ്ങൾ എന്ന് പറയുന്ന, ആയുർവേദത്തിൽ പറയുന്നതാണ് വലിയ ഫലങ്ങൾ, അത് വള്ളികളിൽ ഉണ്ടാവുന്നത്. അതിന് പൊതുവെ ഒരു ക്ലീനിങ്ങിന്റെ ഒരു സ്വഭാവം കൂടുതലാണ്. നമ്മൾക്ക് ജസ്റ്റ് ഒരു കുക്കുംബറെ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷെ യൂസ് ചെയ്യാറുന്നല്ല, നമുക്ക് അതിനെ പറ്റിയ നല്ലൊരു അറിവുള്ളൂ. പക്ഷെ അങ്ങനെ വള്ളിയിൽ ഉണ്ടാകുന്ന എല്ലാത്തിനും, ഇപ്പൊ വാട്ടർമെലൺ ആവാം, പലതരം മെലൺസ്, ഇതിനെല്ലാം ഈ ഒരു ആക്ഷൻ ഉണ്ട്. നമുക്ക് ശരീരം നന്നായിട്ട് ശുദ്ധിയാക്കി നമ്മുടെ ബ്ലഡിന്റെ pH മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നല്ലൊരു കഴിവുണ്ട്. വളരെയധികം മിനറൽസ് ഉണ്ട്. അപ്പം അത് എപ്പോഴും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. പ്രഗ്നന്റ് അല്ലെങ്കിലും ആണെങ്കിലും ഈ ഒരു സാധനം കൂടുതലായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കുറെയൊക്കെ ഈ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ചായ, കാപ്പി, കഫീൻ ഉള്ള ഡ്രിങ്ക്സുകൾ, അതായത് കോള, അധികമായിട്ട് ഷുഗർ ഉള്ള സാധനങ്ങൾ, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, അതായത് നമ്മളുടെ ഓൾമോസ്റ്റ് എല്ലാ പാക്ഡ് ഫുഡിലും ഉള്ള സ്വീറ്റ്നേഴ്സ് ഉണ്ട്. അത് നമ്മുടെ സാധാ ഷുഗർ പോലും അല്ല അതിൽ ഉപയോഗിക്കാം. അതിൽ വളരെ ജനറ്റിക്കലി മോഡിഫൈ ഒക്കെ ചെയ്ത അസ്പാർട്ടേം അല്ലെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്ന് പറയുന്ന സാധനങ്ങളാണ് അതിൽ ഉപയോഗിക്കുന്നത്. അത് വളരെയധികം അലർജിക് ആണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് അതിനെതിരെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഓരോ തവണ അത് പേര് മാറ്റി മാറ്റി പല പല പേര് മാറ്റിയിട്ടായിരിക്കും നമ്മൾക്ക് ഈ ലേബലിൽ നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത കെമിക്കൽ നെയിമിലായിരിക്കും വരുന്നത്. അപ്പം ഏത് പാക്കറ്റ് ഫുഡ് ആണെങ്കിലും, എന്ത് സോസ് ആണെങ്കിലും, ജാം ആണെങ്കിലും, എന്ത് തന്നെയാണെങ്കിലും ഇതിന്റെയൊക്കെ ഒരു കലവറയാണ്. ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സിന്റെയും കെമിക്കൽസിന്റെയും കളറിന്റെയും ഇതെല്ലാം നമ്മുടെ ലിവറിനെ ഡാമേജ് ചെയ്യും, നമ്മുടെ ഇൻഡസ്റ്റൈനെ ഡാമേജ് ചെയ്യും. നമുക്ക് ശരീരത്തിന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ശരീരത്തേക്ക് അബ്സോർബ് ആകും. വേസ്റ്റ് പ്രോഡക്റ്റ് എല്ലാം ഈ പലതരം ഡാമേജ് വന്നതിനാൽ ശരീരത്തിൽ നിന്ന് പുറത്തു കളയാൻ പറ്റില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്ക് നമ്മുടെ ശരീരം പോകും. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഹോർമോൺസിന്റെ ഒക്കെ ഒരു ഫംഗ്ഷൻ നമുക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസും വളരെയധികം പ്രധാനമാണ്. അപ്പം ഓൾറെഡി ഈ തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നമുള്ളവർക്ക് വീണ്ടും പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻ ആണല്ലോ വരാറ്. അല്ലെങ്കിൽ ചിലർക്ക് പ്രഗ്നൻസി ടൈമിൽ വരും പ്രശ്നം, പിന്നെ ജീവിതകാലം അത് തുടരും. അപ്പം അതും ഉണ്ടാവാനുള്ള കാരണം ഈ പറയുന്നത് പോലുള്ള ലിവറിന് പ്രശ്നം ഉള്ളപ്പോഴാണ്. നേരത്തെ പറഞ്ഞ ഈസ്ട്രോജന്റെ പോലെ തന്നെ ഒരു സൈക്കിളാണ് തൈറോയ്ഡ് ഹോർമോൺസിന് വരുന്നത്. ഈ തൈറോയ്ഡ് ഹോർമോൺസ് മെറ്റബോളൈസ് ചെയ്ത് എക്സ്ക്രീറ്റ് ചെയ്ത് കളയേണ്ട ജോലി ലിവറിനാണ്. അപ്പൊ ലിവറിന് പ്രശ്നം ഉള്ളപ്പോഴാണ് വീണ്ടും തൈറോയിഡ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് തന്നെ നോക്കിയാലും ഏറ്റവും മൂല കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആഹാരം തന്നെയാണ്. ആഹാരത്തിലുണ്ടാവുന്ന കെമിക്കൽസും മറ്റു കാര്യങ്ങളും നമ്മുടെ ശരീരത്തിലെ പല പല അവയവങ്ങളെയായിട്ട് ബാധിക്കുന്നു. അങ്ങനെ ഇത്രയും കോംപ്ലിക്കേഷൻസിലേക്ക് പോവുകയാണ്. പിന്നീട് ഇത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് വെറും ഒരു യൂട്രസിന്റെ പ്രശ്നമല്ല, പെൽവിക് ഫ്ലോർ ഡിസീസ് ആയിട്ടാണ് ഇത് കാണുന്നത്. അതുകൊണ്ടാണ് ഒരു ഹിസ്റ്റക്ടമി ചെയ്തത് യൂട്രസ് എടുത്ത് മാറ്റിയാൽ ഇത് ഒരിക്കലും ഒരു സൊല്യൂഷൻ ആവുന്നില്ല. അത് കഴിയുമ്പോൾ ഇത് ബ്ലാഡറിലേക്ക് വരും. അപ്പൊ അവിടെ ആ പെൽവിക് ഫ്ലോറിലുള്ള എല്ലാ മസിലുകൾക്കും പ്രശ്നം വന്നിട്ട് അനുബന്ധിച്ച എല്ലാ അവയവങ്ങൾക്കുമാണ് പ്രശ്നം വരുന്നത്. അപ്പൊ ഇത് വെറും ഒരു യൂട്രസിന്റെ ഒരു പ്രശ്നമാണ്, അത് എടുത്തു കളഞ്ഞാൽ മാറും എന്നാണ് പലരുടെയും വിചാരം. ഒരിക്കലുമല്ല. നമുക്ക് ഭാവിയിൽ ആദ്യം കാണുന്നത് യൂട്രസിന്റെ ഒരു പ്രൊലാപ്സ് ആയിട്ടായിരിക്കും. പക്ഷെ ഇത് ബ്ലാഡറിൽ വരാം, രക്തത്തിന്റെ ഇൻഡസ്റ്റൈനിൽ വരാം. അങ്ങനെ ഒത്തിരി ഒത്തിരി ഫാക്ടേഴ്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാല് ആദ്യം തന്നെ ആഹാര രീതി മാറ്റുക, നന്നായിട്ട് എക്സസൈസ് എടുക്കുക. ആയുർവേദത്തിൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുക. എന്നിട്ട് അത് നിലനിർത്തണമെങ്കിൽ വീണ്ടും നിങ്ങൾ ആ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആഹാരം നോക്കിയേ മതിയാവുള്ളൂ. കാരണം പലരുടെയും വിചാരം ഇങ്ങനെ സംഭവിച്ചു പോയി, ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. പക്ഷെ വളരെയധികം കോംപ്ലിക്കേറ്റഡ് തന്നെയാണ്. റിവേഴ്സ് ചെയ്യലെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ തന്നെയും ട്രൈ ചെയ്താൽ നല്ല ഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. ഇത് എക്സസൈസുകളും കെഗൽ എക്സസൈസ് മാത്രമല്ല, യോഗ ഉണ്ട്. അപ്പം ഈ അവിടുത്തെ മസിൽ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാം.
നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരം കഴിക്കുക, ഇതേപോലെ ന്യൂട്രിയൻസ് ഉള്ളത് കഴിക്കുക. വെറുതെ നമ്മൾ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കഴിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പം ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ആഹാരം ചെന്നാൽ മാത്രമേ ഈ സംഭവിച്ചു പോയ ഡാമേജ് റിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മനസ്സിലാക്കേണ്ടത് എപ്പോഴും എല്ലാവരുടെയും ധാരണ, പല ഡോക്ടേഴ്സും പറയുന്നത് ഇത് സംഭവിച്ചു പോയി ഇനി റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു വണ്ടർഫുൾ ഒരു മെഷീനാണ്. അതിനെന്തും പറ്റും. നമ്മൾ അതിന് ആവശ്യമുള്ള കാര്യം മാത്രം ഇട്ട് കൊടുത്താൽ മതി. അത് അവിടെ നിന്ന് ഉയർത്തെഴുന്നേക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ ശരീരം. ആരും അതിന് വേണ്ട ഒരു റെസ്പെക്ട് കൊടുക്കുന്നില്ല. ആരും ശരീരത്തിന്റെ വില മനസ്സിലാക്കുന്നില്ല. അപ്പൊ നമ്മൾക്കിപ്പോ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായി. നമ്മളപ്പം മനസ്സിലാക്കേണ്ടത് ഇതേപോലെ നമ്മുടെ പല ജീനുകളും നശിക്കുന്നുണ്ട്. ഉണ്ടാവാൻ പോകുന്ന അല്ല, നിങ്ങൾ പല മാർഗത്തിലൂടെ വേണമെങ്കിൽ അടുത്തൊരു കുട്ടിക്ക് നോക്കാം. ആ ഉണ്ടാവാൻ പോകുന്ന കുട്ടിക്ക് നമ്മൾ ഇത്രയും മോശമായിട്ടുള്ളൊരു ജീനാണ് നമ്മൾ കൈമാറാൻ പോകുന്നത്. അപ്പൊ അത്രയും കൂടി മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ശരീരത്തിന് ഒരു പ്രശ്നം ഉണ്ടായാൽ, കാരണം എന്നെ വിളിക്കുന്ന പല സ്ത്രീകളും ഇതൊരു സീരിയസ് ആയിട്ട് എടുക്കുന്നേ ഇല്ല. എനിക്ക് കേൾക്കുമ്പോൾ പേടിയാണ്, പക്ഷെ അവർക്ക് ഒരു സീരിയസ്നെസ്സും ഇല്ല. കാരണം അവർക്ക് എന്തൊക്കെയോ മുൻവിധികളുണ്ട്. ഇത് ശരിയാവില്ല എന്നും പിന്നെ ഇതൊന്നും അത്ര വലിയ കാര്യമല്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ വളരെ ഒരു നിസ്സാരമായിട്ടാണ് ഈ ഒരു ഇഷ്യൂനെ എടുക്കുന്നത്. പക്ഷെ ഇത് നിസ്സാരമായിട്ട് എടുക്കേണ്ട കാര്യമല്ല. വളരെയധികം ശ്രദ്ധിക്കുക, ഡയറ്റ് മാറ്റുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, മാക്സിമം അത് വരാതിരിക്കാൻ നോക്കുക, പ്രിവെന്റ് ചെയ്യാൻ നോക്കുക. ഇതേപോലെ നിലവില് PCOD അങ്ങനെ യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അത് കുറച്ചും കൂടെ ഗൗരവമായിട്ട് എടുക്കുക. അത് വെറും ഒരു യൂട്രസിന്റെ ഇഷ്യൂ അല്ല, നമ്മുടെ ശരീരം മൊത്തമായിട്ട് ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആയിട്ട് കരുതുക. എന്നിട്ട് അതൊക്കെ റിവേഴ്സ് ചെയ്യുന്നത് നമുക്ക് ആഹാരത്തിലൂടെ എക്സസൈസിലൂടെ ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ജീവിതശൈലിയിലേക്ക് പോവുക. എന്നാൽ മാത്രമേ നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും നല്ലൊരു ഇതുണ്ടാവുള്ളൂ. അല്ലാതെ നമുക്കിപ്പോ കുറെ കാശ് സമ്പാദിച്ചിട്ട് ഏറ്റവും അവസാനം നമ്മൾക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ അത് അനുഭവിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് കുറച്ചും കൂടിയൊക്കെ ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കുക. ശരീരത്തിനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കുക. നമുക്ക് ഈ ലൈഫ് എൻജോയ് ചെയ്യണേലും, നമുക്ക് ഈ അധ്വാനിക്കുന്നതിന്റെ സമ്പത്തൊക്കെ എൻജോയ് ചെയ്യണേലും ഏറ്റവും അവസാനം ഈ ശരീരം വേണം. അപ്പൊ ആ ഒരു റെസ്പെക്ട് കൊടുക്കുക ശരീരത്തിന്. കറക്റ്റ് ആയിട്ടുള്ള ആഹാരം കഴിക്കുക, നന്നായിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എടുക്കുക. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തന്നെ ആദ്യം തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ നോക്കുക. സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ കുറേയൊക്കെ ശരീരത്തെ പറ്റി പഠിക്കുക. അല്ലാതെ നമ്മൾ ഈ കാണുന്ന അഡ്വർടൈസ്മെന്റുകളുടെ പുറകെ പോയി ഇത്രയും ടോക്സിക് ആയിട്ടുള്ള കോസ്മെറ്റിക്സിനെ പറ്റി ഞാൻ നല്ലൊരു ക്ലാസ് ഇടാം. കാരണം വളരെയധികം സ്ത്രീകൾ ഇപ്പൊ പൊക്കോണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ അവരെല്ലാം ഉപയോഗം നിർത്തി കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയിട്ടുള്ളതിലേക്ക് വരുമ്പോൾ ഇപ്പോഴും നമ്മൾ എത്ര ക്യാൻസർ വരെ ഉണ്ടാവും എന്നറിഞ്ഞാൽ പോലും വെളുക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ക്രീം മേടിച്ച് തേക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. എന്നിട്ട് അതിന്റെ കോംപ്ലിക്കേഷൻസ് വേറെ, പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് പല സ്ത്രീകളും മാറുകയാണ്. അപ്പം ആ വക ഇതൊക്കെ ചിന്താഗതികളൊന്നും മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മളെ വെച്ച് മുതലെടുക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ ജീവിതമാർഗമാണ് അത്. അതുകൊണ്ട് അവർ പരസ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിലൊന്നും വീഴാതിരിക്കുക, സ്വാഭാവികമായിട്ടുള്ളതിലേക്ക് തിരിച്ചു വരാൻ നോക്കുക. അപ്പൊ ഇത്രയൊന്ന് ചെയ്യുക. നന്ദി, നമസ്കാരം.